വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ഫുഡ് നമ്മളിന്ന് വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു സ്റ്റവ് യൂസ് ചെയ്യാണ്ട് ലഞ്ച് വിറകടുപ്പിൽ ഉണ്ടാക്കാം എന്ന്. പക്ഷേ എങ്ങനെ വന്നാലും നമ്മൾ എന്തിനെങ്കിലുമൊക്കെ സ്റ്റവ് യൂസ് ചെയ്യും. അപ്പോൾ ഇന്നൊരു ചാലഞ്ച് പോലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് കറികളും ബാക്കി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ കറിയാണ് ആദ്യം റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ മട്ടൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം കുമ്പളങ്ങ കറി റെഡിയാക്കാൻ വിചാരിച്ചിട്ട് കുമ്പളങ്ങ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സമയം എടുക്കും, പക്ഷെ അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരടുപ്പ് മാത്രം കത്തിച്ചുള്ളൂ എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ 2 അടുപ്പും കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പുക ഇതൊക്കെ ഉണ്ടോ, ഇവിടെ പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ലേ, എന്താണെന്നറിയോ, അപ്പുറത്തെ അടുപ്പ് തുറന്ന് കിടക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് ഉമ്മ പറഞ്ഞത് അത് ക്ലോസ് ചെയ്യുന്നാലേ ഒന്നെങ്കിൽ 2ഉം കത്തിക്കണം, അല്ലെങ്കിൽ മറ്റേത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അവിടെ പുക വരുന്നു. ഇപ്പോൾ കണ്ടോ പുക മാറിയത്. ഓക്കെ, അപ്പം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം സെറ്റായിട്ട് വേണം വെക്കാൻ കേട്ടോ. 2 കൂടി കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ പണികളൊക്കെ കഴിയും. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റവിലാവുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണമല്ലോ. വിറകടുപ്പാകുമ്പോൾ നോക്കി നിൽക്കണം, പക്ഷേ നമുക്കൊരു ടെൻഷനില്ല. എന്താ പറയുക, തിളച്ച് പോകുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് വിറക് വെച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മട്ടൻ വരട്ടിയതിലോട്ടുള്ള ഉള്ളി, വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറക് മുഴുവനും നനഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിറക് പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ മഴ കാരണം ഇങ്ങനെ ഡിലേ ആക്കി വരുവാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ റെഡിയാവും. എന്നാലും മഴ കാരണം ഈ വിറകൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കണം. അങ്ങനെയൊക്കെ ഞാൻ പുറത്ത് വിറകെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു ദാർപ്പായ ഇട്ടിട്ടുണ്ട്, അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി വിറക് പുര റെഡി ആയിട്ട് വേണം അതിൻ്റെ അകത്ത് വെക്കാൻ. എന്നാലും ഒരു നനവ് ഉണ്ടാവുമല്ലോ, മോയ്സ്ചർ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അടുപ്പിൻ്റെ മേലൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് ഡ്രൈ ആക്കുക. വലിയൊരു ടാസ്ക് തന്നെയാണ് വിറക് റെഡിയാക്കൽ കേട്ടോ. പക്ഷേ നല്ല രസമാണ് വിറകടുപ്പ് കത്തിക്കാൻ. ചിലർക്കൊന്നും എന്നോട് ഇങ്ങനെ പലരും പറയും, നിങ്ങൾക്ക് എന്താ ഇത്ര ഇഷ്ടം വിറകടുപ്പിന്, വെറുതെ ജാട പറയില്ലേ എന്നൊക്കെ. പക്ഷെ സത്യം പറയണമെങ്കിൽ എനിക്ക് ആ ഒരു പുകയുടെ മണം അതൊക്കെ ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടം ഉണ്ടാവുന്നൊന്നും അറിയില്ല, പക്ഷെ രസമാണ്. സ്റ്റവിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പം ഇഷ്ടം എനിക്കതിൽ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന. പിന്നെ അപ്പോൾ കറി അവിടെ വേവുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും കേട്ടോ, ക്ഷമ വേണം. പക്ഷെ ഇവിടെ ഇപ്പം നോക്കാനും വിറക് ഇടയ്ക്കിടയ്ക്ക് വെച്ചെടുക്കാനും ഇവിടെ ആളുള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും ഇതിന് പുറകെ നടക്കാനൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് വേറൊരു പണിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിറക് കത്തിച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇനി ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ഉണ്ടാക്കുമ്പോഴേ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പയർ ആദ്യം ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേവിക്കുമ്പം ഒരുപാട് വെള്ളത്തിൽ വേവിക്കണ്ട, കാരണം ഞാനിനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം നോക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് പയർ വേവിച്ചത്. പക്ഷെ ഇതിൽ വെള്ളം കൂടിപ്പോയി. അപ്പം പയർ കുറച്ച് വെള്ളത്തിൽ, അത് മുങ്ങണ വെള്ളം വേണ്ട, അതിൻ്റെ ഒരു പകുതി വെള്ളത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ 2 അടുപ്പും കത്തിക്കാൻ പോവാം കേട്ടോ. ശരിക്കും ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഈ അടുപ്പ് കത്തിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ്. അപ്പോൾ റിങ് വെച്ചിട്ട് നമ്മൾ വെക്കുന്നത് ചട്ടിയും കലമൊക്കെ. അപ്പോൾ 2 അടുപ്പും കത്തിക്കാനും. ഈ അടുപ്പിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടുപ്പാണ്, ഒന്നും പറയാനില്ല. വൈകുന്നേരം വരെ, അതായത് നമ്മൾ രാവിലെ വെച്ച ചോറുണ്ടല്ലോ ഈ അടുപ്പത്ത് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ചൂടുള്ള ചോറ് കഴിക്കാം. അത്രയും ചൂട് മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റീലിന് നമ്മളിങ്ങനെ പൊള്ളുന്ന ചൂടൊന്നും ഇല്ല കേട്ടോ. അതിനപ്പുറത്ത് ചൂടുണ്ടാവും, ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ചൂടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ കത്തി കഴിഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാണ്ട് വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല രസമാണ്, പുകയില്ല, ചൂടില്ല, പെട്ടെന്ന് കത്തുന്നുണ്ട്. മാഷാല്ലാ. ഇനിയിപ്പം രാക്ക് തട്ടാണ്ടിരിക്കട്ടെ. അടുപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ മുമ്പ് വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വേണ്ട ഒരു കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതവിടെ വേവട്ടെ. നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കാണാം കേട്ടോ. അതായത് റോസുൻ്റെ ഒരു ബാൻസു മാത്സ് ക്ലാസ് ഇല്ലേ, അതിനെ പറ്റിയിട്ട് ഒരു വിശേഷം പറയാനുണ്ട്. ക്ലാസ് കഴിഞ്ഞ റോസു? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, മൈക്കില്ലല്ലോ.
ഇങ്ങോട്ട് വരുമോ? ഓക്കെ. 78 കുറച്ച് വിട്ടേക്ക് 78 ഇൻറ്റു 12. വേഗം ആൻസർ പറ. ഒരു മിനിറ്റ്. പറ. പറ. 936. വെരി ഗുഡ്. ഇങ്ങോട്ട് നോക്കല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 32 ഇൻറ്റു 14. പറ. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വെറുതെ ആയോ? 448. വെരി ഗുഡ്. അപ്പോൾ റോസ് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ക്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ ബാൻസുൻ്റെ ക്ലാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ബാൻസുൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ സ്കൂൾ വൈസ് അല്ല പഠിപ്പിച്ചെടുക്കുന്നത്. സ്കൂളിൽ മാത്സിൻ്റെ ക്ലാസ് അങ്ങനെയൊന്നുമല്ല പഠിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ മെൻ്റലി മാത്സ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പഠിപ്പിച്ചെടുക്കുന്നത്. അതായത് മാത്സിലെ ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് മാത്സ് ഭയങ്കര ഈസിയായ സബ്ജക്റ്റാക്കി മാറ്റിത്തരും. കുട്ടികൾക്ക് പൊതുവേ മാത്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം അതിലെ ട്രിക്സ് നമുക്ക് മനസ്സിലാവാനായിട്ടാണ്. നമ്മൾ ചെറുപ്പകാലത്ത് ഇതുപോലത്തെ ഒക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റായി മാറും മാത്സ്. കാരണം അത്രയും ഭയങ്കര എളുപ്പമാക്കി തരുന്ന, കാൽക്കുലേഷൻസൊക്കെ ഭയങ്കര ഈസിയാക്കി തരുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ബാൻസിൻ്റെത്. ഞാനും കൂടെ ഇരിക്കുമ്പോഴേ എനിക്കും തോന്നുന്നതാണ്, കൂടെ ഇരുന്നിട്ട് അതൊക്കെ കേട്ടിട്ട് എനിക്കും പഠിക്കും. ഞാനും ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്ത് പോകും അവരുടെ കൂടെ ഇരുന്നിട്ട് ആ ട്രിക്സൊക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ ക്ലാസ്സും. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ബിഹേവിയറാണ്. ഭയങ്കര രസമാണ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എത്ര നമ്മൾ സമയം പോകുന്നത് അറിയില്ല ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ബാൻസുവിൻ്റെ ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിൽ, അത് ഓൺലൈൻ ട്യൂഷൻ അല്ല കേട്ടോ. ഇതൊരു ഓൺലൈൻ ക്ലാസ്സാണ്. ബട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് മെൻ്റൽ മാത്സ് ആണ് കേട്ടോ. മെൻ്റലി പെന്നും പേപ്പറും ഒന്നും ഇല്ലാണ്ട് മാത്സ് എങ്ങനെ സോൾവ് ചെയ്യാം, ഓരോ സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ ബാൻസുൻ്റെത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കിങ്ങനെ വെറുതെ കൂടെ ഇരുന്ന് കേൾക്കാൻ തോന്നും. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളോട് ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി രീതിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നുണ്ട്, എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് റിലേറ്റഡ് കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, റോസിൻ്റെ സിറ്റുവേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു മാത്സിലൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ മാത്സ് പറഞ്ഞാൽ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കേട്ടോ. അപ്പം വീണ്ടും പറയുകയാണ്, അക്കാഡമിക് വൈസ് അല്ല കേട്ടോ ഇത് മെൻ്റൽ മാത്സ് ആണ്. അപ്പം മാത്സിൽ സ്മാർട്ട് ആവാൻ ഇത് ഭയങ്കര നല്ല ക്ലാസ്സാണ്. നിങ്ങൾക്കൊരു ട്രയൽ ക്ലാസ്സും കൂടി ബാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ട്രയൽ ക്ലാസ്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. സോ ബാക്ക് ടു നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചല്ലോ, ഇനി അതിലോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഏകദേശം അത് കുമ്പളങ്ങ വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം പുളി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, പിന്നെ അത് സോക്ക് ചെയ്ത് മീൻസ് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇത് വീട്ടിലുണ്ടായ പുളിയാട്ടോ. പിന്നെ പയറിൽ കണ്ടോ വെള്ളം കൂടിപ്പോയത്, ഞാൻ അടുപ്പത്തായതുകൊണ്ട് കുറച്ച് വെള്ളം അധികം വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അധികം വെള്ളം വെക്കണ്ട. പിന്നെ പുളി സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പുളി വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം, കുമ്പളങ്ങയിലോട്ട്. പയറൊന്നും കൂടെ വേവട്ടെ, കളർ മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ പുളിനേക്കാളും ടേസ്റ്റ് തൈര് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഇക്കാടെ ഉമ്മ തൈര് കഴിക്കൂല, തൈര് ഒഴിച്ചതും പാല് അതൊന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ചിക്കൻ ഇതൊന്നും ഉമ്മ കഴിക്കൂല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മീൻസ് ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാക്കലാണ്. പിന്നെ മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെക്കാം. അപ്പോൾ ഇന്ന് മട്ടൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല വേവുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ അടുപ്പത്തും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം, ഒരു 2 മണിക്കൂറിന് മേലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചകിരിയൊക്കെ വെച്ച് കൊടുക്കണം. അതാണ് അടുപ്പത്ത് വെക്കുമ്പോഴുള്ള ഒരു പ്രശ്നം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിറക് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല കനലായതിനു ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി, അതവിടെ ഇരുന്ന് കിടന്നോളും. മീൻസ് ഈ മട്ടന് ബീഫൊക്കെ വേവിക്കുമ്പോൾ അടുപ്പത്ത് വേവിക്കുമ്പോഴേ രാവിലെ ഒരു 9 മണി 10 മണിക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാൽ പിന്നെ ചോറ് കഴിക്കാൻ നേരം ആവുമ്പോഴത്തേനാവും.
ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറിയിലോട്ട് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഈ ഒരു പാത്രം നോക്കുന്നത് കേട്ടോ. അതിൽ പച്ചമല്ലി ഉണ്ടല്ലോ, അതിൽ ചെറുതായിട്ട് കുത്തനുണ്ടായിരുന്നു. ഞാൻ ഇടുന്ന സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം മൊത്തത്തിൽ കുത്താൻ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി അതെല്ലാം പുറത്തപ്പോൾ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എല്ലാം ഒന്ന് വെയിൽ ഒള്ളിച്ചേക്കെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെക്കാൻ കേട്ടോ. എന്നാലും അത് പോകുന്നുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ തന്നെ എന്തൊക്കെയോ ഓരോന്നും മുറത്തിലോട്ടിട്ട് ചേറി അങ്ങോട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് ചൂടായാലും ഇത് പുറത്തേക്ക് പോവും. ഈ കുത്തൻ ഒരു കുറച്ച് മാത്രം മതി, മൊത്തം നിറയുന്നുണ്ട്. എവിടെ നിന്നാണോ അതൊക്കെ വരുന്നത്? അതുപോലെ തന്നെ പിറുക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനാണോ പേരെന്ന് അറിയില്ല. ഈ പഴത്തിലൊക്കെ ഉണ്ടാവുന്നല്ലേ, ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചാൽ അപ്പം പിറുക്ക വരും. എങ്ങനെയാണ് അതൊക്കെ ഒഴിവാക്കാന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഒന്ന് പറയൂ കേട്ടോ. ഈച്ച ശല്യം, ഞാൻ ആ ഈച്ചനാശിനി എന്ന് പറഞ്ഞ സംഭവം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈച്ച കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം പെറുക്കാന്ന് പറഞ്ഞ സാധനമാണ്, അതിന് പെറുക്കാന്ന് തന്നെ പറയാ. വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ചില പേരുകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാനൊരു പേടിയാണ്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരായി മാറുമോയെന്നറിയില്ല. അപ്പോൾ അത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചെടുക്കണം. അതുപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കാൻ, ഈ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമ്പോഴേ ഈ ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തേങ്ങ അരച്ച കറി ഫ്ലോപ്പായി പോകും. അതുപോലെ തന്നെ എന്താ പറയുക, തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് നോക്കണം, നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് വരിക. നല്ല കുറുന്നനുള്ള കറിയാണ് രസം, ഈ പുളിങ്കറിയൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അത് നമ്മളെ പയറിൽ ഇപ്പോഴും വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും വെള്ളം ഒന്നങ്ങോട്ട് കുറച്ചുകൂടെ കുറയ്ക്കാൻ മതി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പം പയറിൻ്റെ സ്വാദ് പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ രസമുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇടി ഇങ്ങനെ ബബിൾസ് വരൂലേ, ആ സമയത്ത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റണം. അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി രസം ഉണ്ടാവില്ല. ഇനി അത് കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പം നമ്മുടെ പയർ ഇതാ ഇപ്പോഴും വെള്ളം ഉണ്ട് കേട്ടോ അതിലോട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്മന്തി ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മട്ടൻ ഇപ്പോഴും റെഡി ആക്കിയിട്ടില്ല കേട്ടോ. മട്ടൻ അപ്പം ഞാൻ കഴുകാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, മട്ടൻ ആദ്യം നമ്മൾ അടുപ്പത്ത് വെക്കണം, എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. കാരണം മട്ടൻ അത്യാവശ്യം വേവാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ കറി റെഡിയായി, കറി മാറ്റിയാണ്. ഇനിയിപ്പോൾ അവിടേക്ക് വേറൊരു ചീനച്ചട്ടി വെക്കണം. അതിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് വറവിട്ട് കൊടുക്കാനുണ്ട് കറി. പിന്നെ അടുത്തത് നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പയറുപ്പേരിയിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്, വറവിട്ട് കൊടുക്കാൻ. നമ്മളിപ്പോൾ വേവിച്ചിട്ടാണല്ലോ പയറുപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ വിറകടുപ്പിൻ്റെ കാര്യം എനിക്ക് മീൻസ് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും കുറേ പേര് കമൻ്റ് ഇടും, എന്താ പറയുക, അത് ഇത് എന്നൊക്കെ പറയും. എപ്പോഴും എന്നോട് പുറത്തുനിന്ന് ആരെങ്കിലും കാണുമ്പോഴൊക്കെ ഫസ്റ്റ് പറയും നിങ്ങൾ വിറകടുപ്പ് ഉഷാറാണെന്നാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ഇഷ്ടങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. എപ്പോഴാണ് മടുക്കുന്നത് അപ്പം നമ്മൾ സ്റ്റവിലോട്ട് മാറും. എനിക്ക് ഇൻഡക്ഷൻ തീരെ ഇഷ്ടമല്ല, അതെന്താണെന്നറിയില്ല. ഞാനധികം കുക്ക് ചെയ്യാറുമില്ല അതിൽ. വെള്ളം തിളപ്പിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. അപ്പം അങ്ങനെ. അപ്പം കടുക് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കറിയിലോട്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കറി ഉണ്ടോ, നല്ല തിക്കായിട്ട് നല്ല കുറുന്നനുള്ള ചാറാട്ടോ. ഇതാണ് രസം. തിക്കായിട്ടുള്ള കറി ഇങ്ങനെ ഒഴിച്ചിട്ട് വരട്ടിയ ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ ആട് വരട്ടിയതിൻ്റെ കൂടെ നമ്മൾ പെരുന്നാളൊക്കെ ഉണ്ടാക്കുന്ന കറിയില്ലേ, അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ബബിൾസ് വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലോട്ട് പയർ വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി കമ്പൈൻ ചെയ്യുകയാണ്. ഈ നേരത്തെ പറഞ്ഞ ഒരിക്കലുണ്ടല്ലോ, തേങ്ങയും പച്ചമുളകും കൂടിയുള്ള അത് ഇനി ഒഴിച്ചു കൊടുക്കാണ്ട് ഒന്നാണ് വേവട്ടെ. പിന്നെ നമ്മൾ മട്ടൻ വേവിക്കാനുള്ള പാത്രം ആണിത്. ഈ തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയത് അതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. ചെറിയ ഫ്ലെയിമിലെല്ലാം അടുപ്പത്തവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മട്ടൺ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മട്ടൻ്റെ ചട്ടിയിലോട്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. റോയിമോള് പുറത്ത് ഉമ്മ ചെയ്യണത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മ അങ്ങനെ ഓരോന്നും ചേറിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ചേറിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കായിരുന്നു പാത്രത്തിൽ കേട്ടോ. അപ്പോൾ അത് ലൈവായിട്ട് ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കി.
ആ പോയാ എവിടെപ്പോയി എവിടക്കാ പോയി ഇപ്പൊ അതൊക്കെ എവിടക്കാ പോയി ഇനി നമുക്ക് മട്ടൻ വേവിക്കാൻ വെക്കണം. മട്ടൻ 1 കിലോ ഉണ്ട്. അതിലോട്ട് ഞാൻ ശരിക്കും ചെറിയുള്ളി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ചെറിയുള്ളി തൊലിക്കാൻ അധികം സമയം കിട്ടിയില്ല. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണിൽ 3 ടീസ്പൂണൊക്കെ ഇട്ടോളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിലരൊക്കെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാറുണ്ട്, ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളിവിടെ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഉമ്മയാണെങ്കിൽ പച്ചമല്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ മാത്രം മസാല ഇട്ട് കൊടുക്കാറുണ്ട് ഉമ്മ. പക്ഷേ ഇക്കാക്ക ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും ഇട്ടിട്ടുണ്ട്. ഒരു 3 സവോള ഉണ്ട്, പിന്നെ 2 തക്കാളി ഉണ്ട്. തക്കാളി ഇടാണ്ടിയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ മസാല വേണം. ഇനി അടുപ്പത്ത് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ബീഫ് മട്ടനൊക്കെ വേവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാലത്ത് എന്തൊക്കെ ചെയ്തെടുത്തോളൂ കേട്ടോ. രാവിലെ തന്നെ വെക്കേണ്ടി വരും അടുപ്പത്ത്. വിറകടുപ്പ് രസമൊക്കെ തന്നെയാണ്, പക്ഷേ ഇതാണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഒരു ചൂട് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയായി കിട്ടും. പക്ഷേ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ക്ലീനിങ് പരിപാടി തുടങ്ങണം അവിടെ. കാരണം നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മറ്റിടത്തൊക്കെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് കേടായി കിടക്കുന്നുണ്ട്, എണ്ണയും പൊടികളൊക്കെ. അപ്പോൾ അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പപ്പടം ഉണ്ടാക്കാണ്ട്. അതിനാണ് ഞാനിപ്പം ഈ ഒരു പാത്രം എടുത്തത് കേട്ടോ. കുറേ ദിവസം എൻ്റെ അടുത്ത് ആ ഒരു പാത്രം വെറുതെ കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മീനൊക്കെ ഫ്രൈ ആക്കാൻ നല്ല രസമാണ്. അപ്പോൾ മട്ടൻ എന്താ ചൂടായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഒന്നങ്ങോട്ട് മാറിയിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത് കേട്ടോ. പിന്നെ കറിവേപ്പില, കുരുമുളക് പൊടി ആദ്യം ഇട്ടില്ലായിരുന്നു, ലാസ്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ മട്ടൻ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫ്രൈങ് പാൻ പോലത്തെ ഒരു ചട്ടിയില്ലേ, പിടുത്തല്ലേ, അതിൽ നമുക്ക് മീനും ഫ്രൈ ആക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് പപ്പടം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. പപ്പടം ഫ്രൈ ആക്കുന്നത് വലിയ ടാസ്ക് തന്നെയാണ് അടുപ്പത്ത്. പിന്നെ ഞാൻ എല്ലാതും അടുപ്പത്ത് വെച്ച് കാണിക്കുമ്പോൾ അതും കാണിക്കണമല്ലോ. അപ്പോൾ അതാ ഈ ചട്ടിയിലാണ് ഞാൻ പപ്പടം ഉണ്ടാക്കുന്നത് കേട്ടോ. ചൂടായി കിട്ടാൻ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചീനച്ചട്ടി എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിലാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ വേറെ ചീനച്ചട്ടി ഒക്കെ യൂട്ടിലിറ്റി പോയി എടുക്കണം, മേലെ ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ പപ്പടം ബാക്കി റുക്കിയാമ്മയാണ് ഫ്രൈ ആക്കിയത്. ഞാൻ ഒരെണ്ണം മാത്രമേ വീഡിയോയിൽ കാണിച്ചുള്ളൂ. അതിനുശേഷം ഇനി മീൻ കുറച്ച് ഫ്രൈ ആക്കുന്നത്, കാരണം ഇവിടെ എല്ലാവരും മട്ടൻ കഴിക്കില്ല. അപ്പം കഴിക്കാത്തവർക്ക് മീൻ ഫ്രൈ ആക്കുന്നത്. ഈ ചട്ടി ഭയങ്കര സൂപ്പറാട്ടോ, അടിയിലൊന്നും പിടിക്കുന്നില്ല. നല്ല നോൺ സ്റ്റിക്ക് പരുവത്തിലാണ് കേട്ടോ സംഭവം. മീനൊക്കെ ഫ്രൈ ആക്കാൻ പറ്റും. ഞാൻ ഒരു വർഷം ഓംലെറ്റ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, നല്ലോണം കിട്ടുന്നുണ്ട്. അതിനിപ്പം എപ്പോഴും ശരിയാവുമെന്ന് എനിക്കറിയില്ല. അടുപ്പത്ത് വെച്ചുണ്ടാക്കാൻ അടിപൊളിയാണ് ഈ ഒരു പാത്രം കേട്ടോ. പിന്നെ ഇവിടെ വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. കാരണം ഇന്ന് ഇടാണ്ട ഒരു വീഡിയോ ആയിരുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇക്കാക്ക് കീമോക്ക് വന്ന സമയത്ത് ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഇന്നത്തെ വോയിസ് എന്താ പാടുന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് ഈ പോസ്റ്റ് ഇടേണ്ട ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ചോറ് വിളമ്പാം. ഞാനിപ്പോൾ ഈ ചോറ് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഈ മട്ടൻ കറി ഈ ഗ്രേവി കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചത് വൈകുന്നേരം, അതായത് ഒരു നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചത് മഗ്‌രിബിൻ്റെ സമയത്താണ്. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറൊരു പോസ്റ്റ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു. ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥകൾ. എന്നിട്ട് പിന്നെ ഞാൻ 2 ഉരുള കഴിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി എല്ലാവരും കഴിച്ചു. ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിസ്കാരവും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്നത് ഒരു 5 മണി 6 മണി ആ സമയത്താണ് ഫുഡ് കഴിച്ച മര്യാദക്ക്. ഈ ഒരു 2 ഉരുള കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻസ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ ലൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഡിസ്റ്റർബൻസ് ദയവായിട്ട് ക്ഷമിക്കാം. പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.